മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഈ അടുത്ത കാലത്തെ പ്രഭാഷണ യാത്രയിൽ എനിക്ക് കാണാനും കേൾക്കാനും സാധിച്ച അസാധാരണമായ മാറ്റവും മാറ്റത്തിൻ്റെ ശംഖുലിയും അത് ധന്യമായിരുന്നു. എൻ്റെ ആദ്യത്തെ പ്രഭാഷണം എറണാകുളത്തെ അല്ല, കോട്ടയത്തെ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ, അടുത്ത ദിവസം വൈക്കം, പിന്നെ എറണാകുളം, പിന്നെ പറവൂര്, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ 2 ദിവസത്തെ ഡിസംബർ 24-25 തീയതികളിലെ ഫുൾ ഡേ ക്യാമ്പ്, രാവിലെ 7 തൊട്ട് വൈകുന്നേരം 7 മണി വരെ 2 ദിവസവും എൻ്റെ ക്ലാസ് തന്നെയായിരുന്നു. ഇതെടുത്ത് പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നും ഉള്ളതല്ല. എങ്കിലും തിരുനക്കര മൈതാനിയോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിൽ ഭാരതീയ ഗ്രന്ഥങ്ങളുടെ കണ്ടന്റുകളെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ഇവിടെ ഏതാണ്ട് 800 പേര് കസേരയിലിരുന്നു. പിന്നെ ചുറ്റും നിന്നവർ 100 കണക്കിന് പേരുണ്ട്. അതിൽ എണ്ണാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അല്ലെ, ക്രൈസ്തവരും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു എന്ന് അറിയാൻ സാധിച്ചത് പ്രഭാഷണം കഴിഞ്ഞ് മൊബൈൽ നമ്പറും ഇമെയിലും കളക്ട് ചെയ്യുമ്പോൾ പേര് കൂടി എഴുതാൻ പറയാറുണ്ട്. ആ പേര് വായിച്ചിട്ടാണ്. ഇതുപോലെ എറണാകുളത്ത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശ്രീനാരായണ സത്സംഗം, ഗുരുദേവന്റെ സത്സംഗത്തിൽ ഭഗവത്ഗീത ശ്രീനാരായണൻ ഗുരുദേവന്റെ കർമ്മമണ്ഡലത്തിൽ എങ്ങനെ പ്രായോഗികമാക്കി എന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ്. അതിലും അറിയപ്പെടുന്ന വ്യക്തികൾ, ഹൈന്ദവ ജനതയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വ്യത്യസ്തരായവര്, ന്യൂനപക്ഷ വിഭാഗം എന്ന് നമ്മൾ പറയാറുള്ള തുറന്ന മനസ്സുള്ളവർ അനവധി പേരുണ്ടായിരുന്നു. പറവൂരുള്ള ക്ഷേത്രത്തില് നാഗരാജാവിനെ കുറിച്ചും ക്ഷേത്രാരാധനയെക്കുറിച്ചും ഈ സ്ഥലങ്ങളിലെ ക്ലാസ് എടുത്തപ്പോഴൊക്കെ പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ടാണ് ക്ലാസ് എടുത്തത്. അവിടെയും അനവധി മാർക്സിസ്റ്റ് പാർട്ടിക്കാരുണ്ടായിരുന്നു. കുറേയധികം ക്രൈസ്തവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു. വന്ന് പരിചയപ്പെട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത് ഇതുമാതിരിയുള്ള പ്രഭാഷണമാണെന്ന് പറഞ്ഞു. കൂടാതെ 2 ദിവസം നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ നടന്ന ഈ ശിബിരത്തില്, ക്യാമ്പില്, ക്രിസ്തുമസ് ആയിട്ട് പോലും മറ്റ് മതസ്ഥരെ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നെങ്കിലും അത്രയും പേര് അതിനകത്തുണ്ടായിരുന്നു. ധാരാളം ഇടതുപക്ഷക്കാരും യുക്തിവാദികളും, പേരെടുത്ത് പറയാവുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും ഉണ്ടായിരുന്നു. അവരെല്ലാം വന്ന് പരിചയപ്പെടുകയും ചെയ്തു. അതിലൊരു വലിയ യുക്തിവാദിയുടെയും ഹിന്ദു ധർമ്മത്തെ നിരന്തരം അവഹേളിക്കുന്ന വ്യക്തിയുടെ മകൻ വന്നിട്ട് കേരള കൗമുദിക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവും 1/2 മണിക്കൂർ നടത്തേണ്ടായി. നല്ല ഗംഭീരമായിട്ടുള്ള അനുഭവമായിരുന്നു. ഈ യുക്തിവാദി എന്ന് പറയേണ്ടായി, മനസ്സിൽ അടിമുടി മാറ്റം ഉണ്ടാക്കിയത് ഈ നാടിന്റെ പൈതൃകം ഇതെല്ലാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ്. കരീമും ജോൺസണും അബ്ദുൾ റഹ്മാനും ഇങ്ങനെയുള്ള മുസ്ലിം ലീഗിലെ നേതാക്കന്മാരുൾപ്പെടെ 2 ദിവസം ഫുള്ളായിട്ട് കേൾക്കാനുണ്ടായിരുന്നു. ഇതൊരു മാറ്റമാണ്. ഇത് കൂടാതെ 26, 27, 28, 29, 30, 31 വരെയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ അൽ ഇസ്ലാം എന്ന സ്കൂളിന്റെ ഫുൾ ഡേ ക്യാമ്പ് നടക്കാണ്. 65 കുട്ടികളും ഈ മുസ്ലിങ്ങളുടെ പെൺകുട്ടികളെ പോലെ തട്ടയിട്ട്
അതുപോലെ തലയിൽ ആൺകുട്ടികൾ തൊപ്പിയും വെച്ച് 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ ഈ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ക്യാമ്പ് നടത്തുമ്പോൾ അവർക്കൊരു പ്രഘോഷണ യാത്രയുണ്ടായിരുന്നു. ട്രംപറ്റൊക്കെ വെച്ച് ആ പ്രദേശം മഴുവഞ്ചേരി പ്രദേശം മുഴുവനും അൽ ഇസ്ലാം സ്കൂളിൻ്റെ ക്യാമ്പ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ നടക്കുന്നു. ഇന്ന ദിവസം മുതൽക്ക് ഇന്ന ദിവസം വരെ നിങ്ങളെല്ലാവരും വരണം, കാണാനും അറിയാനും എന്ന് പറഞ്ഞ് ക്ഷണമുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ അംഗങ്ങളും എല്ലാവരും സന്നിഹിതരായിരുന്നു. ഒരു സ്ഥാപനം ഏതെല്ലാം മതങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതിൽ ഓരോ മിനിറ്റും, ഓരോ മണിക്കൂറും, ഓരോ ആഴ്ചയും, ഓരോ മാസവും അവിടെ ലഭ്യമായിട്ടുള്ളത് എല്ലാവരും ഉപയോഗിക്കണമെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ക്യാമ്പ് നടത്തിയപ്പോൾ പ്രിൻസിപ്പാളും ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളും പറഞ്ഞു, ഇത്രയും ഉജ്ജ്വലമായിട്ട് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനം ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇവിടുത്തെ അമ്പലത്തിലും ഇവിടുത്തെ ക്യാൻറ്റീനിലും ഇവിടുത്തെ പൈതൃക വസ്തുക്കളുടെ കാണുന്ന വരിയിലുമൊക്കെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇത്ര സ്വാതന്ത്ര്യത്തോടുകൂടി കയറാമെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നെല്ലാം എന്നോട് വന്ന് പറഞ്ഞു. അതൊരു അനുഭൂതിയായിരുന്നു. സത്യത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നൊരു സമൂഹം, നമ്മുടെ നാട് ആര് ഭരിക്കട്ടെ, ആര് ഭരിക്കപ്പെടട്ടെ, ഭാരതത്തിലുള്ളത് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരുമാണ്. ഇവിടെ ആരും സൗദി അറേബ്യ എന്ന് വന്നിട്ടില്ല, യെരുശലേമിൽ നിന്ന് വന്നിട്ടില്ല. ഈ നാട്ടിൽ ഉള്ളവർ തന്നെ ഇവിടുത്തെ സംസ്കാരത്തിൻ്റെ അവകാശികളാണെന്ന് പല പ്രാവശ്യം പറയാറുണ്ട്. അതെല്ലാം കുറേ അധികം പേർക്ക് ബോധ്യപ്പെട്ടു വരുന്ന അനുഭവ പരമ്പരകളായിരുന്നു. എല്ലായിടത്തുമെന്ന് എടുത്തു പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ഗോപാലകൃഷ്ണനെയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിനെയും ഈ പ്രഭാഷണത്തെയും പ്രഭാഷണത്തിൻ്റെ കണ്ടന്റുകളെയും എല്ലാം എതിർക്കുന്നവരും അന്ധമായിട്ടല്ല എതിർക്കുന്നത് എങ്കിൽ അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്നവരെ പോലെ ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അത് ധാരാളം പേർക്ക് ഒരു കൃത്രിമ മതേതരത്വത്തിൻ്റെ മൂടുപടവും വയ്ക്കാതെ സത്യസന്ധമായി എല്ലാത്തിലും നന്മകളെടുക്കാനും ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ അവകാശികളാണ് ഇവിടുത്തെ 127.5 കോടി ജനതയും എന്ന് ഉറക്കെ പറയാനും അതെല്ലാവരും സ്വീകരിക്കേണ്ടതാണ് എന്ന പ്രഭാഷണങ്ങളിൽ പറയാനുമെല്ലാം സാധിച്ചതിൻ്റെ, അത് ഉൾക്കൊണ്ടതിൻ്റെയൊക്കെ പരിണതഫലം നമുക്ക് നല്ലോണം അറിയാൻ സാധിച്ചു. നിങ്ങളോട് ഞാനത് പങ്കുവയ്ക്കുമ്പോൾ ഒരു അസാധാരണ അനുഭൂതി മനസ്സിൽ നിറയാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടത് പങ്കുവച്ചത്. പ്രണാമം, നമസ്കാരം.